നമസ്കാരം. VBCയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കോവിഡ് കാലത്തെ സേവന പ്രവർത്തനങ്ങൾ അടങ്ങിയ സേവാഹി സംഘാടൻ ബുക്ക് പ്രകാശനം ചെയ്തു. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു. അരനൂറ്റാണ്ട് പഴക്കമുള്ള റോഡിനോട് ജനപ്രതിനിധികളുടെ അവഗണന. വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങി 50ഓളം കുടുംബങ്ങൾ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട് ആറാംകുപ്പ് നിവാസികളായ 50ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വയോജനങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച പകൽ വീട് പ്രവർത്തനക്ഷമമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ കൊക്കലം, വേനപ്പാറ, ചാലാശ്ശേരി റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി സമീപവാസികളും ജനപ്രതിനിധികളും. ഹരിത കേരള മിഷൻ അതിജീവനത്തിനായി ഒരുക്കിയ 1000 പച്ചത്തുരുത്തുകളുടെ സംസ്ഥാനതല പൂർത്തീകരണത്തിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ പച്ചത്തുരുത്തിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും പഞ്ചായത്ത് തല അവാർഡ് കൈമാറലും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കോവിഡ് കാലത്തെ സേവന പ്രവർത്തനങ്ങൾ അടങ്ങിയ സേവാഹി സംഘാടൻ ബുക്ക് പ്രകാശനം ചെയ്തു. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി തൊടുപുഴ BJP ഇടുക്കി ജില്ലാ കാര്യാലയത്തിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KS അജി അധ്യക്ഷത വഹിച്ചു. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കോവിഡ് കാലത്തെ സേവന പ്രവർത്തനങ്ങൾ അടങ്ങിയ സേവാഹി സംഘടൻ ബുക്ക് പ്രകാശനം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂരി തൊടുപുഴ BJP ഇടുക്കി ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അജി അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ VN സുരേഷ്, C സന്തോഷ് കുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ VN സുരേഷ് സ്വാഗതവും B സന്തോഷ് കുമാർ ബുക്ക് അവതരണവും, BJP തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വണ്ണപ്പുറം കൃതജ്ഞതയും പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് മാസം 24-ാം തീയതി മുതൽ ഏകദേശം 4 മാസക്കാലം ജില്ലയുടെ 5 മണ്ഡലങ്ങളിലും പാർട്ടിയുടെയും മോർച്ചകളുടെയും നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന പാവപ്പെട്ടവരും നിരാലംബരും നിർധനരും രോഗികളുമായ 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ആഹാരം, വസ്ത്രം, മരുന്ന് എന്നിവ എത്തിച്ചു കൊടുക്കുന്നതിൽ പാർട്ടിയുടെയും മോർച്ചകളുടെയും നേതൃത്വത്തിൽ നടന്ന സേവന പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതും മാതൃകാപരവുമാണെന്ന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പറഞ്ഞു. പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, തൊഴിൽശാലകളില്ല, മറ്റ് മേഖലകളെല്ലാം വ്യാപാരശാലകൾ അടച്ചിടുന്നു. രാജ്യത്തെ ജനത പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് നമ്മുടെ കേന്ദ്ര ഭരണകൂടം പറഞ്ഞു, BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു, ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് ഒരാൾ മരണപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ BJP പ്രവർത്തകരും സേവന പ്രവർത്തനങ്ങളിലാണ്. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ ഈ യോഗം ആരംഭിച്ചപ്പോൾ മഹാനായ കവിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാനായ കവിയുടെ അക്കിത്തത്തിന്റെ ഒരു വളരെ പ്രശസ്തമായ, എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കവിതയുണ്ട്, ഒരു രേഖാചിത്രമുണ്ട്. അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് BJP സംസ്ഥാന സമിതി അംഗങ്ങളായ PP സാനു, ബിനു ജെ കൈമൾ, സംസ്ഥാന കൗൺസിൽ അംഗം തട്ടക്കുഴ രവി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശശി ചാലക്കൻ, KN ഗീതാകുമാരി, പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അമ്പിളി അനിൽ, TH കൃഷ്ണകുമാർ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് P പ്രബീഷ്, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് CC കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സാധാരണക്കാരായ ആളുകൾക്ക് 10,000 രൂപ പെൻഷൻ നൽകുമെന്ന തൊടുപുഴ MLA PJ ജോസഫിന്റെ പ്രഖ്യാപനത്തെ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് TC രാജു തരണിയിൽ പറഞ്ഞു. ഇൻകം ടാക്സ് പരിധിയിൽ വരാത്ത സാധാരണക്കാരായ കർഷകർക്ക് 10,000 രൂപ പെൻഷൻ നൽകണം എന്നുള്ള തൊടുപുഴ MLA ജോസഫ് സാറിൻ്റെ ആഹ്വാനം വ്യാപാര സമൂഹം വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. സാധാരണക്കാരായ കച്ചവടക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്ത് 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ആരും നോക്കാനോ സഹായിക്കാനോ ഇല്ല. ആ പ്രഖ്യാപനം ഞങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ചെറുകിട വ്യാപാരികൾക്കും 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ നൽകണമെന്ന് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. കോവിഡ് കാലത്ത് പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം സാധ്യമാക്കാൻ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരുന്നു. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളില്ലാത്ത അവികസിത ഗ്രാമങ്ങളിൽ അധ്യാപകർ നേരിട്ടെത്തി ക്ലാസുകൾക്കുള്ള സൗകര്യമൊരുക്കുന്നു.
ഇടുക്കി ജില്ലയിൽ 5000-ലധികം കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലെന്ന് സർവശിക്ഷ കേരളം നടത്തിയ ആദ്യഘട്ട സർവേയിൽ കണ്ടെത്തിയിരുന്നു. ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 260 പൊതുപഠന കേന്ദ്രങ്ങൾ സജ്ജമാക്കി. പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, വിജ്ഞാൻവാടികൾ, ഏകാധ്യാപക വിദ്യാലയങ്ങൾ, ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളുകൾ എന്നിവിടങ്ങളിൽ എഡ്യൂക്കേഷണൽ വോളണ്ടിയേഴ്സിനെ ഇതിനായി ചുമതലപ്പെടുത്തി ക്ലാസുകൾ സജ്ജമാക്കി. ഗോത്രവർഗ സങ്കേതങ്ങളിലെ സാമൂഹ്യ പഠന കേന്ദ്രങ്ങളിൽ പലയിടങ്ങളിലും പ്രതികൂല കാലാവസ്ഥയും ഇന്റർനെറ്റ് തകരാറുകളും തത്സമയ ക്ലാസുകൾ തടസ്സപ്പെടുത്തി. പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത ക്ലാസുകളാണ് ഇവിടുത്തെ കുട്ടികളെ കാണിക്കുന്നത്. ജീപ്പുകളിൽ സഞ്ചരിച്ചും കാൽനടയായും എത്തിയാണ് തോട്ടം മേഖലയിലും പട്ടികവർഗ സങ്കേതങ്ങളിലും ക്ലാസുകൾ ഒരുക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 250ഓളം പൊതുപഠന കേന്ദ്രങ്ങളാണ് നമ്മൾ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ SSKയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ പലപ്പോഴും സമയത്ത് കറണ്ട് ഇല്ലാതെ വരികയും അതുപോലെ വലിയ കാറ്റടിച്ച് ഡിഷ് ആൻറ്റിന വർക്കാവാതെ വരികയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് ആ പെൻഡ്രൈവ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. MGLC, അംഗൻവാടി അതുപോലെയുള്ള പൊതുപഠന കേന്ദ്രങ്ങളിലാണ് കുട്ടികൾ വന്ന് ക്ലാസ്സുകൾ കാണുന്നത്. പെട്ടിമുടി ദുരന്തത്തോടെ ഇടമലക്കുടിയിലെ ഓൺലൈൻ പഠനം മുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സർവശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും സാമൂഹ്യ പഠന കേന്ദ്രങ്ങളിലെത്തി കുട്ടികൾക്ക് കായിക കലാപരിശീലനവും നൽകി വരുന്നു. കൂടാതെ ആവശ്യമുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗും നൽകുന്നുണ്ട്. പട്ടികജാതി മേഖലയിലെ കുട്ടികളുടെ വീടുകളിൽ ക്ലാസ് മുറികൾ ഒരുക്കി ഓൺലൈൻ പഠനം സാധ്യമാകുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരെണ്ണം X ആയാൽ മറ്റേ ആംഗിൾ നിങ്ങൾ കണ്ടുപിടിച്ചൂടെ? ആംഗിൾ PCQ എത്ര ഡിഗ്രി എന്ന് കിട്ടും? അരനൂറ്റാണ്ട് പഴക്കമുള്ള റോഡിനോട് ജനപ്രതിനിധികളുടെ അവഗണന. വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങി 50ഓളം കുടുംബങ്ങൾ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട് ആറാംകുപ്പ് നിവാസികളായ 50ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട് ആറാംകുപ്പ് നിവാസികളായ 50ഓളം കുടുംബങ്ങളാണ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണത്തിന് ഒരുങ്ങുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിനായി അയ്യപ്പൻകോവിലിൽ നിന്ന് കുടിയിറക്കിയ കുടുംബങ്ങളെ കുടിയിരുത്തിയ പ്രദേശമാണ് ആറാംകൂപ്പ്. എന്നാൽ അരനൂറ്റാണ്ട് കാത്തിരുന്നിട്ടും സഞ്ചാരയോഗ്യമായ ഒരു വഴിയെന്ന ആറാംകൂപ്പുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മാറി മാറി വന്ന ജനപ്രതിനിധികൾ തയ്യാറായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. പഴയരിക്കണ്ടത്ത് നിന്ന് ആരംഭിച്ച് കഞ്ഞിക്കുഴിയിലെത്താതെ ചൂടൻ സിറ്റി ആറാംകൂപ്പ് വഴി കീരിത്തോട് പകുതിപ്പാലത്തെത്തി മുരിക്കാശ്ശേരി വഴി നെടുങ്കണ്ടത്ത് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന റോഡ് കൂടിയാണിത്. റോഡിന്റെ ഇരുവശങ്ങളിലും ടാറിംഗ് ജോലികൾ പൂർത്തിയായി ഗതാഗതയോഗ്യമായിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞുവെങ്കിലും ആറാംകൂപ്പ് മുതൽ പകുതിപ്പാലം വരെയുള്ള 4 കിലോമീറ്റർ ദൂരമാണ് കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുന്നത്. കിടപ്പ് രോഗികളും പ്രായാധിക്യമുള്ള നിരവധി ആളുകളുമുള്ള ഇവിടെ കിലോമീറ്ററുകൾ നടന്ന് തലച്ചുമടായി വേണം രോഗികളെ കീരിത്തോട്ടിലോ ചൂടൻ സിറ്റിയിലോ എത്തിച്ച് ആശുപത്രിയിൽ കാണിക്കുവാൻ. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ മേഖല കൂടിയായ ആറാംകൂപ്പ് മേഖല മഴ കനത്തോടെ കുടുംബങ്ങൾ ഭീതിയുടെ നിഴലിലാണ്. അരനൂറ്റാണ്ടായി മാറി മാറി വന്ന ജനപ്രതിനിധികളുടെ വാക്ക് വിശ്വസിച്ച് ജീവിച്ച നാനാജാതി മതസ്ഥർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ബഹിഷ്കരണത്തിന് ഒരുങ്ങുകയാണ്. ഒരു 40 വർഷത്തോളം പഴക്കമുള്ള ഈ വഴി ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥനയാണ് ഈ വഴി എങ്ങനെയും നന്നാക്കി തരണമെന്ന്. ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരല്ലോ ഭരണാധികാരികളെ ചെയ്യാത്ത ഈ വഴിക്ക് ഈ പ്രാവശ്യവും ഈ വഴി നന്നായില്ലെങ്കിൽ ഞങ്ങൾ ആരും ഈ ഭാഗത്തെ ഒരു 40-50ഓളം വരുന്ന കുടുംബങ്ങൾ ഒരാൾ പോലും വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുമില്ല. കാരണം വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് വഴിയില്ലെങ്കിൽ പിന്നെ എന്തിനു ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് എങ്ങനെയാലും ഞങ്ങൾ ഈ വഴികളൊന്ന് തീർത്ത് ഈ കൊച്ചു വിച്ചടച്ചുള്ള ആളുകൾക്ക് നടക്കാനുള്ള സഞ്ചാരയോഗ്യമായ ഒരു വഴിയാക്കണം. ഇത് ഒരു പഞ്ചായത്ത് വർക്കിൽ ഒരു കോൺക്രീറ്റുകൾ കുറച്ചേ ചെയ്തെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തിയെങ്കിൽ ഈ വഴി ചെയ്യാവുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ ഈ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ ആരും വോട്ട് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വയോജനങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച പകൽ വീട് പ്രവർത്തനക്ഷമമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കുതകുത്തിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി ജോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീജ നൌഷാദ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ സമദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അശ്വതി ആർ നായർ, AK സുഭാഷ് കുമാർ, മെമ്പർമാരായ ലത്തീഫ് മുഹമ്മദ്, ജസീല ലത്തീഫ്, BV സലീം, ഡോക്ടർ മരീന ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പകൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള 5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച 650 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹാൾ, സിറ്റൌട്ട്, പകൽ വീട്ടിലെത്തുന്നവർക്ക് വിശ്രമ സൗകര്യം, ശുചിമുറി എന്നിവ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടേക്കുള്ള ജീവനക്കാരെ ഉടൻ നിയമിക്കും. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനും സാമൂഹ്യക്ഷേമ വകുപ്പിനുമാണ് പകൽ വീടിന്റെ മേൽനോട്ട ചുമതല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടത്തിയത്. ഇതോടൊപ്പം ഇടവെട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് സ്ഥാപിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ജോസ് ഉദ്ഘാടനം ചെയ്തു. PHSയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ലാബ് സജ്ജമാക്കുക. ലാബ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടെ PHSയെ FHSE ആയി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് സാധിക്കും. ഇതിനു പുറമെ PJ ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് 25 ലക്ഷം രൂപ ഉപയോഗിച്ച് PHSയുടെ പുതിയ ബ്ലോക്കിന്റെ പണികൾ ഉടൻ ആരംഭിക്കും. 2019-2020 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി 2 ലക്ഷം രൂപ ലാബിനുള്ള അടിസ്ഥാന സൗകര്യത്തിനായും ആർദ്രം പദ്ധതിയിൽപ്പെടുത്തി 6 ലക്ഷം രൂപ ഉപകരണങ്ങൾക്കായും ലഭ്യമായിട്ടുണ്ട്. ഇതോടെ കൂടുതൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ആശുപത്രിക്ക് ലഭ്യമാക്കുവാനും ആശുപത്രിയിൽ എത്തുന്ന 100 കണക്കിന് രോഗികൾക്ക് ഇവരുടെ സേവനം ലഭ്യമാക്കാനാവുമെന്നും അധികൃതർ പറഞ്ഞു.
ജനകീയാസൂത്രണ പദ്ധതിയിൽ കൊന്നത്തടിയിൽ പ്രളയ ദുരിതർക്ക് ആട് വിതരണം നടത്തി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിയ ഷാജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ വിജയൻ, വാർഡ് മെമ്പർമാരായ മേഴ്സി, ലിസി, ജെസ്സി, ലിസമ്മ, മുരളി എന്നിവർ പങ്കെടുത്തു. ഹരിത കേരള മിഷൻ അതിജീവനത്തിനായി ഒരുക്കിയ 1000 പച്ചത്തുരുത്തുകളുടെ സംസ്ഥാനതല പൂർത്തീകരണത്തിന്റെ ഭാഗമായി മുട്ടം ഗ്രാമപഞ്ചായത്തിൽ പച്ചത്തുരുത്തിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും പഞ്ചായത്ത് തല അവാർഡ് കൈമാറലും സംഘടിപ്പിച്ചു. ഒരു വാർഡിൽ തന്നെ 4 പച്ചത്തുരുത്തുകളുള്ള ഏക ഗ്രാമപഞ്ചായത്താണ് മുട്ടം. പദ്ധതിയോടനുബന്ധിച്ച് മുട്ടം ഗ്രാമപഞ്ചായത്തും ഇടുക്കി ജില്ലാ ഹരിത കേരള മിഷനും ചേർന്ന് നടപ്പാക്കിയ 4 പച്ചത്തുരുത്തുകൾക്ക് പഞ്ചായത്തിനുള്ള അനുമോദന പത്രവും അതിജീവനത്തിന്റെ 1000 പച്ചത്തുരുത്തുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ജില്ലാ കോടതി വളപ്പിലുള്ള പച്ചത്തുരുത്തിൽ വെച്ച് ഇടുക്കി ജില്ലാ ജഡ്ജി മുഹമ്മദ് വസീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിളിന് നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സ്നേഹിക്കുന്ന, കേരളത്തിനെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഈ മഹത്തായ പദ്ധതിക്ക് ഒരു ചെറിയ സംഭാവന നൽകാൻ മുട്ടം പഞ്ചായത്തും തൊടുപുഴ ജില്ലാ കോടതിക്കും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം തലമുറകളോളം അതിൻ്റെ അനുഭവവും അതിൻ്റെ നേട്ടവും നമുക്ക് കൈമാറാൻ കഴിയും. അടുത്ത തലമുറക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു വലിയൊരു കാര്യം ചെയ്തു എന്നുള്ള ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. അതിന് മുൻകൈയെടുത്ത മുട്ടം പഞ്ചായത്തിനെയും മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷീല സന്തോഷ്, മെമ്പർമാരായ ഔസേപ്പച്ചൻ ചാരകുന്നത്ത്, സതീഷ് PS, ബൈജു കുര്യൻ, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺമാരായ അമലു അശ്വതി, ഓവർസിയർ അജ്മൽ, സെക്രട്ടറി ലൗജി M നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുട്ടം. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ആൾ താമസമില്ലാത്ത ഭാഗത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്ത് പണം തട്ടിയെടുക്കാൻ നീക്കം നടക്കുന്നതായി ചില കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് സമീപവാസികൾ പറഞ്ഞു. കൊക്കലം, വേനപ്പാറ, ചാലാശ്ശേരി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഈ വഴി തേക്കുംകൂട്ടം ചാലാശ്ശേരി റോഡെന്ന് പറയുന്നത് 1986 ജനങ്ങൾ അഹോരാത്രം പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതും കോടതി കേസുകളുണ്ടായിട്ടുള്ളതും അങ്ങനെ ഈ കോടതി കേസ് മുഖേന തേക്കുംകൂട്ടം ചാലാശ്ശേരി റോഡ് പൂർണ്ണമായി അനുവദിച്ചിട്ടുള്ളതും ആണ്. ഇതിൽ കുറേ ഭാഗങ്ങൾ ഏതാണ്ടൊരു 140 മീറ്ററോളം പഞ്ചായത്തിലുള്ള പണികൾ നടത്തിയിട്ടുള്ളതും തുടർന്നുള്ള പണികൾക്ക് അനുമതി നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ പുരയിടത്തിൽ കൂടെ ഏകദേശം ഒരു 200 മീറ്ററിനോടടുത്ത് താഴെവശമായിട്ട് ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മണ്ണെടുത്ത് താഴ്വശത്തേക്കിട്ട് ഓട തീർത്തിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മണ്ണിട്ട് നികത്തുകയും തുടർന്ന് ചാലാശ്ശേരി റോഡിലോട്ട് മുറിഞ്ഞു പോകേണ്ടതുമാണ്. അതിൽ ഉമ്മളക്ക് പുരയിടം എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, ഉമ്മളക്കെന്ന് പറയുന്ന അടുത്ത ഒരു ചെറിയ കലുങ്ക് പണിയേണ്ട ആവശ്യമുണ്ട്. അത് നേരത്തെ തടിപ്പാലങ്ങളൊക്കെ ഇട്ടാണ് ഞങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തെങ്ങും സാധനങ്ങളും ഒന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യാൻ നിവൃത്തിയില്ല. അത് കാരണത്താൽ ചാലാശ്ശേരിക്ക് റോഡ് വണ്ടി മുഖേന പോകാൻ നിവൃത്തിയില്ലാത്തതാകുന്നു. അതുകൊണ്ട് എത്രയും വേഗം ആ കലുങ്ക് നിർമ്മാണവും തുടർന്നുള്ള ചാലാശ്ശേരിയിലോട്ടുള്ള ഗതാഗതത്തിന് ആവശ്യമായ ഇനിയും വേണ്ട ഫണ്ടുകൾ അനുവദിച്ച് ഇത് പൂർണ്ണമാക്കി തരണമെന്ന് ഗവൺമെൻറ്റിനോടും പഞ്ചായത്തിനോടും മറ്റ് നാട്ടുകാരോടും ഇതിനായിട്ട് സഹകരിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കണം. 40 വർഷമായി ഞങ്ങൾ കഷ്ടപ്പെടുകയും ഞങ്ങളുടേതായ കുറേ വർക്കുകൾ ഈ വഴിക്ക് ചെയ്യുകയും പോരാത്തത് പഞ്ചായത്തും ബ്ലോക്ക് അങ്ങനെയുള്ള പല ഫണ്ടിൽ നിന്നാണ് ഞങ്ങളിത് ഇത്രയും റോഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇവിടുന്ന് കടന്നു പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചാലാശ്ശേരി, കിളിയറ, ചാലാശ്ശേരി, ചേറാടി ഭാഗത്തോട്ടുള്ള റോഡാണിത്. ഇതിലോട്ട് ഞങ്ങൾക്ക് കടന്നു പോകാൻ ഏക മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് അനുവദിച്ചേക്കണ ഫണ്ട് ഈ വഴിക്ക് ആൾതാമസമില്ലാത്ത ഭാഗത്തോട്ട് ചെയ്തു എന്നും പറഞ്ഞാണ് നിലവിൽ പരാതി പോയിരിക്കുന്നത്. ഇത് ആൾതാമസമില്ലാത്തൊരു ഏരിയ അല്ല. ഞങ്ങൾ 10-50 വീട്ടുകാർ താമസിക്കുകയും ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഒരു 100-200 മീറ്റർ മാത്രം ആൾതാമസമില്ലാത്ത, ബാക്കിയുള്ളതെല്ലാം ആൾതാമസമുള്ള ഏരിയകളാണ്. ഈ ആൾതാമസം ഇല്ല എന്ന് പറയുന്ന ഏരിയ അത്രയും ഭാഗത്ത് ആൾതാമസം ഇല്ല എന്ന് വിചാരിച്ച് അവിടെ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാതിരിക്കാനോ ഒന്നും പറ്റുന്നതല്ല. അത് അങ്ങനെ കടന്നു പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ചാലാശ്ശേരിക്ക് പോകാനോ അല്ലെങ്കിൽ ചേറാടിക്ക് പോകാനോ ഉള്ള ഒരു മാർഗ്ഗം ഉണ്ടാവുകയുള്ളൂ.
ഇതിപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾ തന്നെയാണ് 10-40 കുട്ടികൾ പോകുന്നുണ്ട് ഈ റൂട്ടിൽ കൂടെ. അപ്പോൾ അവർക്ക് പോകുമ്പോൾ നമ്മൾ ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഒരു പിള്ളേരൊക്കെ പോകുമ്പോൾ വണ്ടി കയറി പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വഴിയൊന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത്. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇത് ശരിയായി കിട്ടിയാൽ, ഈ വഴി ശരിയായി കിട്ടിയാലാണ് ഞങ്ങൾക്ക് ചാലാശ്ശേരിക്ക് പോകാനാണേലും ചേറാടി വഴിക്ക് ഇറങ്ങാനാണേലും ഈ വഴി ഞങ്ങൾക്ക് നന്നായി കിട്ടണം. ചാച്ചനിങ്ങനെ പ്രായമായിരിക്കണ ചാച്ചനാണ്. ഞങ്ങൾക്ക് ഇപ്പം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലും ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാനാണേലും ഈ വഴി മോശമായി കിടക്കണമുണ്ട്. ആശുപത്രി പോകാനെല്ലാത്തിനും ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന ഈ എടുക്കുമ്പോൾ തന്നെ അറിയാം, ഈ പണിതിരിക്കുന്ന ഭാഗമെല്ലാം ഇവിടെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ചെയ്തതാണ്. കാരണം അവർക്ക് വേറെ മാർഗ്ഗമില്ല. ചാലാശ്ശേരി എന്നൊക്കെ സ്കൂളുകളിലേക്ക് നമ്മുടെ സെൻറ്റ് ജോസഫിലും നിർമ്മലയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ്. അവർക്ക് പോകാനായിട്ട് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് നേരെ കരിമണൂർ ചാലാശ്ശേരിയിൽ നിന്ന്. ഈ മറ്റു വഴി എന്ന് പറയുമ്പോൾ 4-4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ വരും. എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇതിനെടുത്ത് തുറക്കാൻ വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ കൊക്കലം വേനപ്പാറ റൂട്ടിൽ ഒരു ഓട്ടോറിക്ഷ പോലും കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിൽ വഴി വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു മഴ പെയ്താലോ ഒക്കെ വഴി ഇങ്ങനെ വെള്ളം ഒഴുകി മൊത്തം ഒരു കുഴിയും കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഒരു വഴിയാണ്. ആ വഴി കൂടെ ഒരു ഓട്ടോറിക്ഷ പോലും കയറ്റിക്കൊണ്ട് വരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലത്തോടെ പോയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു മറ്റേ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് അവിടെ ആൾതാമസം ഇല്ലായെന്നും പറഞ്ഞ് ഇപ്പോൾ ചില പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില വ്യക്തികൾ കളക്ടർക്ക് പരാതി കൊടുത്ത് ഇന്നലെ BBC ന്യൂസിൽ ഒരു വാർത്ത വന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഫണ്ട് ഇവിടെ ഒരുപാട് പേര് താമസക്കാരുള്ള ഒരു കുട്ടികളും സ്കൂൾ പിള്ളേരൊക്കെ പോണ ഒരു വഴിയാണ്. അതുകൊണ്ട് ഈ വഴി എങ്ങനെയെങ്കിലും ആ ഫണ്ട് ലാപ്സാക്കി കളയാണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രയോജനമുള്ള റോഡിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് വാർഡ് മെമ്പർ ഡെയ്സി ജോഷി, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി എന്നിവർ BBC ന്യൂസിനോട് പറഞ്ഞു. കൊക്കലം വേനപ്പാറ റോഡിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഏകദേശം 40ഓളം കുടുംബക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് അത്. തികച്ചും യാത്രയോഗ്യമല്ലാത്ത ഒരു മലപ്രദേശമാണ് കൊക്കലം വേനപ്പാറ റോഡ്. 40ഓളം കുടുംബക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ഫണ്ട് വെച്ചത്. ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു. കരിമണ ഗ്രാമപഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ നിന്ന് ആരംഭിച്ച് കൊക്കലം വേനപ്പാറ റോഡാണ് ഈ കാണുന്നത്. ഏതാണ്ടൊരു 40 വർഷം മുമ്പ് ഇവിടെ ആളുകൾ അവരുടെ പ്രയത്നം കൊണ്ട് നിർമ്മിച്ച റോഡ് പിന്നീട് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും വിവിധ കാലങ്ങളിലായി പഞ്ചായത്തിൻ്റെയും MLAയുടെയും ഫണ്ടുകൾ വിനിയോഗിച്ച് ഏറെക്കുറെ ഏതാണ്ട് 1 കിലോമീറ്ററോളം ഭാഗം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. നിരവധി വീട്ടുകാർ താമസിക്കുന്ന പ്രദേശമാണ് വേനപ്പാറ. അങ്ങോട്ടുള്ള ഏക ആശ്രയമാണ് ഈ റോഡ്. 2010-15 കാലഘട്ടത്തിൽ ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറും കരിമണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിരുന്ന സമയത്താണ് ഈ റോഡിൻ്റെ ഈ ഭാഗം ബഹുമാനായ ജോസഫ് സാറിൻ്റെ അടുത്ത് MLA ഫണ്ട് മേടിച്ച് 5 ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്തത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തതാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്ന വേളയിൽ ഇടുക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരുക്കിയ ഹ്രസ്വചിത്രം പ്രകാശനം ചെയ്തു. ഭക്ഷ്യവിഭവങ്ങൾ നട്ടുവളർത്തുക, പോഷക ആഹാരങ്ങൾ ശീലമാക്കുക, നാടൻ വിഭവങ്ങൾ ആഹാരശീലമാക്കി ഒരുമിച്ച് മുന്നേറുക എന്നതാണ് ഈ വർഷത്തെ ഭക്ഷ്യദിനത്തിൻ്റെ സന്ദേശം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവ് മൂലം നമ്മുടെ രാജ്യം ഇന്നും പട്ടിണി ഭീഷണി നേരിടുന്നവരുടെ കൂട്ടത്തിലാണ്. ഒരിടത്ത് ഭക്ഷ്യവസ്തുക്കൾ കളയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരിടത്ത് ഭക്ഷ്യലഭ്യത കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. അതിനാൽ ഭക്ഷണം എന്നത് പഴകാതിരിക്കാൻ നമുക്ക് പ്രയത്നിക്കേണ്ട ആവശ്യകത ഇന്ന് വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഇതിനുമുപരി ഭക്ഷണം കഴിച്ചിട്ടും ശരിയായ ഭക്ഷണശീലമില്ലായ്മയിൽ നിന്നും ഉടലെടുക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു കുറവുമില്ല. ദിനം പ്രതി പുതിയ രോഗങ്ങളും ഉടലെടുക്കുന്നു. സമ്പൂർണ്ണ പോഷകങ്ങൾ നിറഞ്ഞതും രുചിയേക്കാൾ പോഷകസമൃദ്ധമായ ഭക്ഷണശൈലികളിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഈറ്റ് റൈറ്റ് ക്യാമ്പയിൻ.
ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ പരമ്പരാഗത ഭക്ഷ്യശൈലികൾ ശീലമാക്കുകയും ഫോർട്ടിഫൈഡ് ഭക്ഷ്യവസ്തുക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവ പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. ഫാറ്റുകൾ കൂടുതലുള്ളതും പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളതും ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. നാരടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വാഴക്കൂമ്പ്, പിണ്ടി, വെജിറ്റബിൾസ്, മുരിങ്ങ തുടങ്ങിയ ദിവസേന ഭക്ഷിക്കുക. ചെറുധാന്യങ്ങൾ മിനറൽസിൻ്റെ പ്രധാന കലവറയാണ്. കുത്തരി, ഗോതമ്പ് എന്നിവ കൊണ്ടുള്ള ഭക്ഷ്യപാചകങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നെയ്യ് കുറവുള്ള ഭക്ഷണം എന്നിവ ശീലമാക്കുക. നമ്മുടെ പ്രാദേശിക ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായി ഉപയോഗിക്കുക. ഈ ആശയങ്ങളെ മുൻനിർത്തിയാണ് ലോക ഭക്ഷ്യദിനത്തിൽ ഇടുക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹ്രസ്വചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ കുളത്തിലേക്ക് മറിഞ്ഞ കാറിലെ യാത്രക്കാരെ രക്ഷിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച ഉടുമ്പന്നൂർ സ്വദേശി റഫീഖിനെ സുഹൃത്തുക്കൾ ചേർന്ന് അനുമോദിച്ചു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. മൂവാറ്റുപുഴയിൽ കുളത്തിൽ വീണ വാഹനയാത്രക്കാരെ രക്ഷിച്ച റഫീഖിന് സ്വീകരണം നൽകി. ഉടുമ്പന്നൂർ ആവിൻ ബാഡ്മിന്റൺ അക്കാദമിയിലെ കളിക്കൂട്ടുകാരാണ് റഫീഖിനെ അനുമോദിച്ചത്. ഇക്കഴിഞ്ഞ 12-ന് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ പേഴയ്ക്കാപ്പള്ളി പള്ളിച്ചിറയിൽ റോഡരികിലെ കുളത്തിലേക്ക് ഇന്നോവ കാറും 6 യാത്രക്കാരും വീണത്. പെരുമ്പാവൂർ ഭാഗത്തു നിന്നും കാർ ഓടിച്ചു വന്ന റഫീഖ് അപകടം നേരിട്ട് കണ്ടതോടെ കുളത്തിലേക്ക് എടുത്തു ചാടി നിലയില്ലാ കയത്തിൽ മുങ്ങിത്താണവരെ കരയ്ക്ക് കയറ്റി രക്ഷിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ജനങ്ങൾ ഓടിക്കൂടിയെങ്കിലും റഫീഖാണ് എല്ലാവരെയും കുളത്തിൽ നിന്നും രക്ഷിച്ചത്. പള്ളിച്ചിറയിലെ ഈ കയത്തിന് 3-4 ആൾ താഴ്ചയുള്ളതാണെന്ന് പിന്നീടാണ് അറിയുന്നതെന്നും റഫീഖ് പറഞ്ഞു. നമ്മൾ റബി എന്ന് വിളിക്കുന്ന റഫീഖ് വലിയ ഒരു കാര്യമാണ് ഈ അടുത്ത നാളിൽ ചെയ്തത്. കാരണം 6 പേരുണ്ടായിരുന്നതിൽ 5 പേരുടെയും ജീവൻ സ്വയം രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. ഈ അവസരത്തിൽ എങ്ങനെയാണ് താങ്കൾ അവിടെ എത്തിപ്പെടാൻ സാധിച്ചത്? ഞാൻ ബിസിനസ് പരമായിട്ടൊരു ആവശ്യത്തിലേക്കായി ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണിയോളമായി മൂവാറ്റുപുഴ റൂട്ടിൽ സഞ്ചരിച്ച് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ കാറിൽ സഞ്ചരിച്ച് സ്റ്റോയിലാണ് സഞ്ചരിച്ചിരുന്നത്. ആ സമയത്ത് എൻ്റെ പാർട്ട്ണറും എൻ്റെ പങ്കാളിയുമായ അമീർ, അദ്ദേഹം കാറിൻ്റെ സൈഡിലിരുന്നുകൊണ്ട് വാഹനം കുളത്തിൽ മുങ്ങുന്നതായിട്ട് തോന്നി. നിങ്ങൾ ഫ്രണ്ടിലായിരുന്നു അതെയോ? ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു, അദ്ദേഹം എൻ്റെ റൈറ്റ് സൈഡിൽ ബാക്കിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ക്ലിക്കാവുന്നത് തന്നെ വണ്ടി തിരിക്കുകയും ആ സ്പോട്ടിലെത്തി ചെന്നപ്പോൾ ഏകദേശം 6-7 പേരോളം ഉണ്ട്. 7 പേരിൽ പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞാൽ അതിൽ ഒരാൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്. ഈ 6 പേരും വാഹനത്തിൻ്റെ പുറത്ത് വെള്ളത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുക. നിരവധി ആൾക്കാരോട് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ആ നിമിഷം ഒന്നും ചിന്തിച്ചില്ല. കാരണം എൻ്റെ ഡ്രസ്സിങ്ങുകളോ കാര്യങ്ങളോ മറ്റു ഫോണോ പൈസകളോ ഒന്നും ചിന്തിക്കാതെ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് അപ്പം തന്നെ റോഡിൽ എറിയുകയും എൻ്റെ മൊബൈൽ ഫോണും പൈസകൾ പോലും റോഡിലായിരുന്നു. ഞാൻ എടുത്ത് ചാടുകയും എന്തോ ഒരു ടെൻഡൻസി അപ്പോൾ തോന്നി, അവർ ജീവൻ രക്ഷിക്കണം എന്നൊരു ടെൻഡൻസി തോന്നി എടുത്ത് ചാടുകയും അതിൽ 5 പേരെ കരക്കടിക്കാനായിട്ട് സാധിച്ചു. വേറെ ആരെങ്കിലും കൂടെ ചാടിയായിരുന്നു ഇവരെ രക്ഷപ്പെടുത്താൻ? എൻ്റെ കൂടെ ഒരു സഹോദരൻ ചാടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലിൽ മസിൽ കയറിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു കയറുകയും ഒരാളെ കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു കയറുക. ബാക്കി 5 പേരെ ഞാനാണ് രക്ഷിച്ചത്. അത് അവിടുത്തെ നിവാസികൾ ചാടാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കുളത്തിൻ്റെ ആഴം മനസ്സിലായിക്കൊണ്ടാണോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് പിന്നീട് വന്നിരുന്നു. എന്നാലും ഞാനത് ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ മനസ്സിലവർ രക്ഷിക്കണം, 5-6 ജീവൻ രക്ഷിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വന്നു. ഞാൻ എടുത്ത് ചാടുകയും അവരെല്ലാം കരക്കെടുപ്പിക്കുകയും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും അവിടെ നിന്ന് സുഹൃത്തുക്കളും കയറിട്ട് തരികയും അവരെ അതിലൂടെ കരക്കെടുപ്പിച്ച് രക്ഷപ്പെടുത്തുകയും കരയിൽ കയറി എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഫയർഫോഴ്സും പോലീസുകാരും എത്തുകയും അവരോട് വിശദീകരണം നൽകിക്കൊണ്ട് ഞാനവിടെ പിൻവാങ്ങി. എനിക്ക് ആ കുളത്തിനെക്കുറിച്ച് ഒരു അറിവില്ല. ജസ്റ്റ് യാത്രാവേളയിൽ മാത്രമേ ഞാൻ ആ കുളങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ തൊടുപുഴക്കാരനാണ്, എൻ്റെ വീട് ഉടുമ്പന്നൂരാണ്. ഞാൻ അപ്പം എനിക്ക് ആ ഭാഗങ്ങളുമായിട്ടുള്ള ഒരു പരിചയം എക്സ്പീരിയൻസ് കുറവാണ്. എന്നാലും ആ സമയത്ത് ഞാനത് രക്ഷിക്കുകയും തിരിച്ചവിടെ കയറി അതിനെക്കുറിച്ച് ആ കുളത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷനെക്കുറിച്ചും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നിലവിൽ എനിക്ക് ഭയമാണുള്ളത്. കാരണം ആഴമില്ലാത്തൊരു കുളത്തിലേക്ക് എടുത്തു ചാടി ഇത്രയും ജീവൻ രക്ഷിച്ചതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ മനസ്സിൽ ഭയമുണ്ട്.
കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ചാടിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചെനിക്ക് നീന്തി കയറാൻ പോലും സാധിക്കില്ല. കാരണം അപ്പോഴത്തെ ആ അപകടം കണ്ട ഒരു സിറ്റുവേഷനാണ് എനിക്കത് ചെയ്യാൻ തോന്നുന്നത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിലവിൽ ഭയമുണ്ട്. പക്ഷേ എന്നാലും എനിക്കെൻ്റെ ആ ഒരു ജീവൻ രക്ഷിച്ചതിനുള്ളൊരു കാര്യം ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും ആ ഭയം എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായിരുന്നു. ഉടുമ്പന്നൂർ ആവിൻ ബാഡ്മിന്റൺ അക്കാദമി ഭാരവാഹികളായ ജേസൺ വർഗീസ്, എം ലതീഷ്, ടി കെ നവാസ്, അബി ടി ഇബ്രാഹിം, പി എൻ സന്തോഷ്, ഡോക്ടർ ഹസൻ, പാസ്റ്റർ റോബിൻസൺ, മോഹനൻ താഴത്തുമരയിൽ എന്നിവർ അനുമോദന ചടങ്ങിന് നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. കുമാരമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസിലെ ദളിത് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരം കുമാരമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. സത്യാഗ്രഹ സമരത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സജി മുളയ്ക്കൻ, ജോയി വാദ്യപ്പള്ളിയിൽ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സജി ചെമ്പശ്ശേരി, പഞ്ചായത്ത് മെമ്പർ KG സിന്ധുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലീലമ്മ ജോസ്, ശാന്താകുമാരൻ, മിനി തങ്കപ്പൻ, ജീന സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക സംഘടനകളുടെ യോഗത്തിൽ നിന്ന് കേന്ദ്ര കൃഷിമന്ത്രി ഇറങ്ങിപ്പോയത് പ്രതിഷേധാർഹമെന്ന് ഹരിതവേദി ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റി. അറക്കുളം പതിപ്പള്ളി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം KPGD ജില്ലാ ജനറൽ സെക്രട്ടറി MD ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അറക്കുളം മണ്ഡലം പ്രസിഡന്റ് ഇമ്മാനുവൽ ചെറുവള്ളാത്ത്, KPGD ജില്ലാ ജോയിന്റ് സെക്രട്ടറി KJ ജെയിംസ്, ശ്യാമള സുരേഷ്, ബിപിൻ ദാസ്, PR രഘു, PD പുഷ്പകുമാർ, ജിനു ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കാർഷിക ബില്ലിന്റെ പകർപ്പും കത്തിച്ചു. അറക്കുളത്ത് ടെലിഫോൺ കേബിളിന്റെ ആവശ്യത്തിന് കുഴിയെടുത്ത് റോഡ് നശിപ്പിക്കുന്നതായി ആക്ഷേപം. അറക്കുളം അശോക കവല മുതൽ ഇടുക്കി റോഡിലാണ് കുഴിയെടുക്കുന്നത്. സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ ആവശ്യത്തിനാണ് JCBയും ജോലിക്കാരും കൂടി കുഴിയെടുക്കുന്നത്. സാധാരണ റോഡിന്റെ ഫില്ലിംഗ് സൈഡിലാണ് കുഴിയെടുക്കാറ്. എന്നാൽ ഇവിടെ ഓടയുടെ സൈഡിലാണ് കുഴിയെടുക്കുന്നത്. റോഡിന്റെ ഓട പോകുന്ന ഭാഗങ്ങളിൽ സൈഡിൽ കല്ല് വിരിച്ച് വെള്ളമൊഴുകാൻ സൗകര്യം ഒരുക്കിയിരുന്നു. ഇത് കുത്തിപ്പൊളിച്ചാണ് കുഴിയെടുക്കുന്നത്. കുഴിയെടുത്ത് കേബിൾ ഇട്ട ശേഷം കുഴി മൂടുന്നുണ്ടെങ്കിലും കല്ല് വിരിച്ചിരിക്കുന്നത് ഇളകിയത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ല. JCBക്ക് കുഴിയെടുത്തപ്പോൾ ടാറിങ്ങും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നും നേരെയാക്കുന്നുമില്ല. ഇതുമൂലം റോഡിലൂടെ വെള്ളം ഒഴുകുകയും പരിസര പ്രദേശങ്ങളിലെ പുരയിടങ്ങളിലേക്കും വെള്ളം എത്തുന്നു. കുഴികൾ ശരിക്കും മണ്ണിട്ട് മൂടാത്തതുകൊണ്ട് ഓടയുടെ സൈഡിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഇളക്കിക്കളഞ്ഞ കല്ലുകളും അപകടത്തിന് കാരണമാവും. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത്തരം പണികൾ നിയന്ത്രിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണം. ജില്ലാ ആസ്ഥാനത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാത കൂടിയാണ് ഈ റോഡ്. അധികാരികൾ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോവിഡ് കാലം വിദ്യാർത്ഥികളെ വീടിനുള്ളിൽ തളച്ചിട്ടപ്പോൾ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ ഓൺലൈൻ പഠനങ്ങളിൽ മാത്രം മുഴുകി കലകളുടെയും കളികളുടെയും എല്ലാം നല്ല നാളുകളെ ഓർമ്മിച്ച് കഴിയേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ആഹ്ലാദത്തിൻ്റെ കലോത്സവം. തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ കുട്ടികൾക്കായി ഓൺലൈൻ കലോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കലാവാസനകൾക്ക് പ്രോത്സാഹനം നൽകുന്നു. കുട്ടികളിലെ സർഗശേഷികളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസം എന്ന മഹാദൗത്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലും നമ്മളിങ്ങനെ ഓൺലൈൻ വഴി ഇങ്ങനെ കലോത്സവം നമ്മൾ സംഘടിപ്പിച്ചത്. ശരിക്കും 2 ആഴ്ചത്തെ ഒരു പ്രയത്നമുണ്ട്. നമ്മൾ ആദ്യം നോട്ടീസ് എല്ലാം തയ്യാറാക്കി സ്കൂൾ ഗ്രൂപ്പിലിടുകയും ടീച്ചേഴ്സ് അത് അവരുടെ ക്ലാസ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കുട്ടികളിൽ എത്തിക്കുകയും കുട്ടികൾ ഈ മത്സരത്തിനെല്ലാം പേര് നൽകുകയും അങ്ങനെ ആ പേരുകളെല്ലാം ശേഖരിച്ച് വീണ്ടും ഒരു ലിസ്റ്റ് ഇട്ട് മത്സരം വളരെ സെലക്ട് ചെയ്ത കുട്ടികൾ പേര് തന്നിട്ടുള്ള മത്സരങ്ങൾ മാത്രം നമ്മളത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ പേരെല്ലാം ഇട്ട് അത് നടത്തുന്ന തീയതിയെല്ലാം അറിയിച്ചു. അത് വീണ്ടും കുട്ടികളെ അറിയിച്ചു. അങ്ങനെ 2 ആഴ്ച എടുത്തു. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഇത് ഏറ്റെടുത്തത്. കാരണം ഇന്ന് ചെറുകഥ രചന മലയാളം ഇന്ന് രാവിലെ 10 മണിക്ക് നടന്നു ഉദ്ഘാടനത്തിന് ശേഷം. പിന്നെ ഉച്ച കഴിഞ്ഞ് പെൻസിൽ ഡ്രോയിങ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ, കാരണം അവർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കുട്ടികളിലേക്ക് എത്തിച്ചത് അധ്യാപകരാണ്. ഞങ്ങളുടെ സ്കൂളിലെ മറ്റ് അധ്യാപകരാണ് കുട്ടികളിലേക്ക് എത്തിച്ചത്. അത് കാരണം തന്നെ ഇതിൻ്റെ ഒരു വിജയം അധ്യാപകരുടെ വിജയം കൂടി തന്നെയാണ്. ഇങ്ങനെ മത്സരങ്ങൾ ഈ ഒരു കാലത്ത് ഓൺലൈൻ മത്സരം, കലാമത്സരം, കലോത്സവം മറ്റ് സ്കൂളുകാർക്കും ഇത് നടത്താവുന്നതാണ്.
ശരിക്കും ഇത് കാരണവന്മാർ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കെല്ലാം വളരെ സന്തോഷമാണ്. കല എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്നതാണല്ലോ. അത് കാരണം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈൻ വഴി ഇങ്ങനെയുള്ള മത്സരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആരോഗ്യ പ്രവർത്തകർക്ക് ആദരം അർപ്പിച്ച് ബിഗ് സല്യൂട്ട് ഷോർട്ട് ഫിലിം ജനശ്രദ്ധ നേടുന്നു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കോവിഡ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പോലീസുകാരൻ്റെയും നേഴ്സിൻ്റെയും കുടുംബകഥ പറയുന്ന ചിത്രമാണ് ബിഗ് സല്യൂട്ട്. പ്രധാനമായും കോവിഡ് കാലത്ത് ഒരു നേഴ്സ് അനുഭവിക്കുന്ന പ്രതിസന്ധികളും ദുരിതങ്ങളുമാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സിനോടുള്ള സമൂഹത്തിന്റെ മനോഭാവവും നേഴ്സിന്റെ തിരിച്ചുള്ള സമീപനവും ചിത്രത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ്റെ കാര്യം പറയാൻ തന്നെയാണ് വിളിച്ചത്. ഞാനും എൻ്റെ കുട്ടികളും സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ ഞങ്ങൾ ആട്ടി ഓടിച്ചു. കൊറോണ വരുത്തത്രേ. എൻ്റെ മെമ്പറെ 1 മാസം കൂടുമ്പോഴാണ് ഒന്ന് വീട്ടിലേക്ക് വരുന്നത്. ഏറിയാൽ 2-3 ദിവസം. അപ്പോഴേക്കും വിളി വരും. നാട്ടിൽ വന്നാലോ നാട്ടുകാരുടെയും കടക്കാരുടെയും പരിഹാസം. കേരള സോഷ്യൽ സർവീസ് ഫോറം നിർമ്മിച്ച ഈ ചിത്രം കോവിഡ് കാലത്ത് നിരവധി ചിത്രങ്ങൾ പുറത്തിറക്കിയ ജോൺസൺ കറുകപ്പള്ളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജോമത് തെരേസ് ജോൺ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. രാധിക അങ്കമാലി, ബെന്നി ഗോതമംഗലം, ജോൺസൺ കറുകപ്പള്ളി, മാസ്റ്റർ ജോയൽ ലൈജു, കുമാരി ജെയ്ന ലൈജു എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഗ്രീൻ വിഷൻ ചാനലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികളുടെ അവസ്ഥയെ ആസ്പദമാക്കി AG സൈൻ ക്രിയേഷൻസിൻ്റെ ബാനറിൽ അഭിലാഷ് ടി ജോർജ് മുട്ടം കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിം ട്രെയിലർ മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ക്രിസ്തു സിനിമയുടെ ഛായാഗ്രഹണം അഫ്സൽ ഒലിവും എഡിറ്റിംഗ് ഗോകുൽ കോട്ടയവും നിർവഹിക്കുന്നു. കോടിക്കുളത്ത് നെൽവയലിൽ വൈദ്യുതി ലൈൻ വീണ് കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായി. നെല്ല് കൊയ്യാറായ സാഹചര്യത്തിൽ കർഷകർ ദുരിതത്തിലാണ്. കൂടാതെ അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ലൈൻ ഉയർത്തി കിട്ടുന്നതിന് അധികൃതർ തയ്യാറാകണമെന്ന് കർഷകനായ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ട് താഴത്തെ കൃഷി സ്ഥലത്ത് മാസങ്ങളായി പൊട്ടി വീണ് കിടക്കുന്ന ലൈൻ കമ്പി ഇതുവരെ അഴിച്ചു മാറ്റുകയോ മുറുക്കി കെട്ടുകയോ അധികൃതർ ചെയ്തിട്ടില്ല. അത് ഉടനെ നെല്ല് കൊയ്യാറാകുമ്പോൾ അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിനുള്ള നടപടി അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. കേരള കോൺഗ്രസ് എം ചെറുതോണിയിൽ ആരംഭിച്ച റിലേ സത്യാഗ്രഹം 53 ദിവസം പിന്നിട്ടു. ഉടുമ്പന്നൂർ മണ്ഡല നേതാക്കൾ നടത്തിയ സത്യാഗ്രഹം തൊടുപുഴ നിയോജകമണ്ഡലം ട്രഷററും സഹകരണ ബാങ്ക് മെമ്പറുമായ NJ മാമച്ചൻ ഉദ്ഘാടനം ചെയ്തു. 1964ലെയും 1993ലെയും ഭൂപതിവ് നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഓഗസ്റ്റ് 25-ന് ആരംഭിച്ച റിലേ സത്യാഗ്രഹം 53 ദിവസം പിന്നിട്ടു. ഉടുമ്പന്നൂർ മണ്ഡല നേതാക്കൾ നേതൃത്വം നൽകിയ സത്യാഗ്രഹ സമരം തൊടുപുഴ നിയോജകമണ്ഡലം ട്രഷററും സഹകരണ ബാങ്ക് മെമ്പറുമായ NJ മാമച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് നിയമങ്ങൾ സർവകക്ഷി യോഗ തീരുമാനമനുസരിച്ച് എത്രയും വേഗം നടപ്പാക്കി ജനങ്ങളെ സഹായിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കുകയും ആ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ഇത് പരിഹരിക്കാം എന്ന് ഉറപ്പു കൊടുത്തിട്ടുള്ളതുമാണ്. നാളിതുവരെയായിട്ട് അതിനൊന്നും വേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്ത ഈ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഇടുക്കി ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഇതുപോലെയുള്ള ചെറിയ ഈ കോവിഡ് കാലത്ത് പോലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സമരം ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിതരാക്കുകയും ചെയ്യുക. മണ്ഡലം പ്രസിഡന്റ് ടോമി കൈതവേലിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് തോമസ് വട്ടക്കുന്നേൽ, മണ്ഡലം സെക്രട്ടറി ബിജോ ചേരിയിൽ, യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ടോമി മുട്ടേത്താഴത്ത് എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം വർഗീസ് വെട്ടിയാങ്കൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ലാലു ജോൺ കുമ്മിണിയിൽ, മലനാട് കർഷക രക്ഷാസമിതി അംഗം ബെന്നി ജോൺ മുണ്ടമല, ടോമി തൈലമ്മനാൽ, KK വിജയൻ, ബെന്നി പുതുപ്പാടി, KR സജീവ് കുമാർ, മാത്യു പുല്ലുംകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
ഇടുക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 11 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഓൺലൈൻ കാർട്ടൂൺ മത്സരം സംഘടിപ്പിക്കുന്നു. ശരിയായ ഭക്ഷണശീലം പതിവാക്കൂ, ആരോഗ്യപരമായ ജീവിതം നയിക്കൂ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് കാർട്ടൂൺ വരയ്ക്കേണ്ടത്. ഇടുക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 11 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഓൺലൈൻ കാർട്ടൂൺ മത്സരം സംഘടിപ്പിക്കുന്നു. ഈറ്റ് റൈറ്റ്, സ്റ്റേ ഹെൽത്തി, ശരിയായ ഭക്ഷണശീലം പതിവാക്കൂ, ആരോഗ്യപരമായ ജീവിതം നയിക്കൂ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് കാർട്ടൂൺ വരയ്ക്കേണ്ടത്. ഇടുക്കി ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ 11 മുതൽ 15 വയസ്സിനിടയിലുള്ള കുട്ടികൾക്കായിട്ട് ഞങ്ങൾ ഒരു കാർട്ടൂൺ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ജില്ലാതലത്തിലാണ് കോമ്പറ്റീഷൻ. അപ്പോൾ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ഈറ്റ് റൈറ്റ്, സ്റ്റേ ഹെൽത്തി. പറഞ്ഞാൽ സുരക്ഷിതമായ ഭക്ഷണം അല്ലെങ്കിൽ പോഷകസമ്പൂർണമായ ഭക്ഷണം കഴിക്കും, ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കും. ഈ ടോപ്പിക്കിനെ ആസ്പദമാക്കിയാണ് കാർട്ടൂൺ കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഇടുക്കി ac@gmail.com എന്ന ജിമെയിൽ അക്കൗണ്ടിലേക്ക് കുട്ടികൾ അവരുടെ വരച്ച കാർട്ടൂണുകൾ മെയിലായിട്ട് അയക്കുകയും അതിൻ്റെ കൂടെ തന്നെ കുട്ടിയുടെ പേര്, കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ, സ്കൂളിൻ്റെ പേര്, അവരുടെ ക്ലാസ്, ഇത്രയും കാര്യങ്ങൾ കാർട്ടൂണിൻ്റെ കൂടെ മെയിലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 23-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് കാർട്ടൂണുകളും മറ്റ് വിവരങ്ങളും അയക്കാനുള്ള സമയം. ഒക്ടോബർ 23 വൈകിട്ട് 5 വരെ കാർട്ടൂണുകൾ സ്വീകരിക്കും. 1, 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കും. കാർട്ടൂണിനോടൊപ്പം കുട്ടിയുടെ പേര്, ഫോൺ നമ്പർ, സ്കൂളിന്റെ പേര്, പഠിക്കുന്ന ക്ലാസ് എന്നിവ ചേർക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8943346544, 8943346545, 8943346546, 759387334 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്ത് പച്ചത്തുരുത്തുകൾ പൂർത്തിയാക്കിയതിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിനെയും ഹരിത കേരളം മിഷൻ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മർട്ടിൽ മാത്യു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അനുമോദന പത്രം സമ്മാനിച്ചു. 25 പച്ചത്തുരുത്തുകളുടെ ഉടമകളായ തദ്ദേശ സ്ഥാപനങ്ങളെയാണ് സംസ്ഥാന സർക്കാർ ആദരിച്ചത്. വെള്ളിയാമറ്റം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇടന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മർട്ടിൽ മാത്യു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അനുമോദന പത്രം സമ്മാനിച്ചു. നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്കറിയാം ഈ കാഞ്ഞാറിൽ പച്ചത്തുരുത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പങ്കെടുത്തതാണ്. അവിടെ ഒരു മാലിന്യകുമാരി MVPയുടെ സ്ഥലം, ആളുകളെല്ലാം വേസ്റ്റ് വലിച്ചെറിയുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഇത്ര ഭംഗിയായിട്ട് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിക്കുന്ന 1400ഓളം ഔഷധ സസ്യങ്ങളും മറ്റ് ഫലവൃക്ഷങ്ങളും ഉൾപ്പെടെയുള്ള നട്ട് പരിപാലിച്ച് ഏറ്റവും നല്ലപോലെ പരിപാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നട്ട് ആ ചടങ്ങ് നടത്തി പോകുകയല്ലേ, അതിൻ്റെ പ്രത്യേകിച്ച് തൊഴിലുറപ്പിലെ ആളുകളെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. കാരണം അവർ നിരന്തരമായിട്ട് അവിടെ അത് അത്ര നന്നായിട്ട് പരിപാലിച്ച് അത്ര ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും നല്ല രീതിയിൽ അവിടെ നിലനിൽക്കുന്നത്. കാരണം അതല്ലെങ്കിൽ അവിടെ അതിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ചെറിയൊരു പരാതികൾ പറഞ്ഞപ്പോൾ സുമണിയുടെ ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ GS മധു മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിലെ പച്ചത്തുരുത്തുകളെക്കുറിച്ചുള്ള അതിജീവനത്തിന്റെ 1000 പച്ചത്തുരുത്തുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കാഞ്ഞാർ പച്ചത്തുരുത്തിൽ നടന്ന ചടങ്ങിൽ വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ സാബി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാജശേഖരന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VK മോഹനൻ, സെക്രട്ടറി അജയ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കോവിഡ് കാലത്തെ സേവന പ്രവർത്തനങ്ങൾ അടങ്ങിയ സേവാഹി സംഘാടൻ ബുക്ക് പ്രകാശനം ചെയ്തു. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു. അരനൂറ്റാണ്ട് പഴക്കമുള്ള റോഡിനോട് ജനപ്രതിനിധികളുടെ അവഗണന, വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങി 50ഓളം കുടുംബങ്ങൾ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട് ആറാംകുപ്പ് നിവാസികളായ 50ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വയോജനങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച പകൽ വീട് പ്രവർത്തനക്ഷമമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ കൊക്കലം, വേനപ്പാറ, ചാലാശ്ശേരി റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി സമീപവാസികളും ജനപ്രതിനിധികളും. ഹരിത കേരള മിഷൻ അതിജീവനത്തിനായി ഒരുക്കിയ 1000 പച്ചത്തുരുത്തുകളുടെ സംസ്ഥാനതല പൂർത്തീകരണത്തിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ പച്ചത്തുരുത്തിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും പഞ്ചായത്ത് തല അവാർഡ് കൈമാറലും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
Pulimutil Silks. It's time to change. The wind in your wings and many other things. She's the storm cloud. She's the silver lining. She's ever changing, ever shining. Zoe, lifestyle jewelry for the modern woman. 25 years of excellence in technical education. The University College of Engineering, Todupuzha offers beta courses affiliated to KTU. ChavaraMatrimony.com, uniting hearts and lives. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏതെടുത്താലും 200 രൂപയ്ക്ക് ഒരു കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും 200 രൂപയ്ക്ക് സ്വന്തമാക്കൂ. ഡയറക്ട് ഫാക്ടറി സെയിൽ. ഓൾഡ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഫാക്ടറി ഔട്ട്ലെറ്റ്, വിലക്കുറവിന്റെ പീടിക, കാർട്സിന് എതിർവശം, ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഔട്ട്ലെറ്റ് ഇനാഗുറേഷൻ സ്പെഷ്യൽ ഓഫർ. 1000 രൂപ വിലയുള്ള പ്രഷർ കുക്കർ വെറും 199 രൂപയ്ക്ക്. റോയൽ എന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. ഒമേഗ ഓ ബ്രാൻഡ് നമ്പർ 1. വീടെന്ന നിങ്ങളുടെ സ്വപ്നം പൂർണ്ണതയോടെ സഫലമാകട്ടെ. ഒമേഗ ഓ ബ്രാൻഡ് റൂഫിംഗ് ടൈലുകൾ, തൊടുപുഴ, തൃശൂർ ആൻഡ് കാഞ്ഞിരപ്പള്ളി. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. ഈ ഓണത്തിന് മഹാറാണിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ഒരുക്കി വിലക്കുറവിന്റെ ആഘോഷം. ഓണം സ്പെഷ്യൽ കളക്ഷൻസ് 40 മുതൽ 70% വരെ വിലക്കുറവ്. കൂടാതെ മറ്റനവധി ഓഫറുകളും. മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം.